ബഹുമാന്യ, ഈ അടുത്ത കാലത്ത് ഗ്ലോബൽ എസൻസ് എന്ന സ്വതന്ത്ര യുക്തിവാദി പ്രസ്ഥാനം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകരുടെ ആ പൊതുവേദി ഒട്ടേറെ പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. അവരുടെ ഒരു ശാസ്ത്ര പ്രചാരകനും വലിയ ഒരു റിസോഴ്സ് പേഴ്സണുമായ ഒരു മാന്യ സുഹൃത്ത് ക്ഷേത്ര ആചാര മര്യാദകൾ കൃത്യം പാലിച്ചുകൊണ്ടും വിവാഹ ചടങ്ങിൽ സന്നിഹിതനാവുകയും മതാധിഷ്ഠിതമായ കർമ്മത്തിലൂടെ അദ്ദേഹം ഹിന്ദു മതം നിഷ്കർഷിക്കുന്ന കൃത്യമായ നിലയിൽ വിവാഹം കഴിക്കുകയും ചെയ്തു എന്നതാണ് അതിനാധാരം. വിവാഹത്തിൻ്റെ ക്ഷണപത്രികയിലുമൊക്കെ മുഹൂർത്തം കുറിച്ചിരുന്നു എന്നുകൂടി കേൾക്കുന്നു. ഞാനാദ്യം ഈ വാർത്ത വിശ്വസിച്ചില്ല. അതിങ്ങനെ പ്രചരിക്കുന്ന വേളയിൽ ഞാൻ ധരിച്ചത് ഒരുപക്ഷെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിൽ പ്രചരിക്കുന്നൊരു ഫേക്ക് ന്യൂസായിരിക്കുമെന്നാണ്. ക്രോസ് ചെക്ക് ചെയ്യാതെ ഇത്തരം കാര്യങ്ങളെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ഉള്ള ഒരു വാദമാണ് എനിക്കുള്ളത്. എന്നാൽ വളരെ പെട്ടെന്ന് ഇത് വളരെ പ്രചാരത്തിലാവുകയും എസൻസിൻ്റെ പരമോന്നത നേതാവായ പ്രൊഫസർ സി രവിചന്ദ്രൻ നേരിട്ട് രംഗത്തെത്തി ഈ വിഷയത്തെക്കുറിച്ച് പറയുകയും ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ ഒരു ഭാഗം ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കാനും മറുവശത്ത് വിമർശിക്കാനും വേണ്ടി ഉപയോഗിക്കുക. ആമുഖമായി പറയട്ടെ, ഇന്ത്യയിലെ യുക്തിവാദ പ്രസ്ഥാനങ്ങൾക്ക് നിരീശ്വരപരമായ ചിന്താപദ്ധതികളുടെയൊക്കെ ചരിത്രത്തിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്. വേണ്ടത്ര യുക്തിവാദ പ്രസ്ഥാനങ്ങൾ വേരുറയ്ക്കാതെ പോയ ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും അതിന് വലിയൊരു ചിന്താപദ്ധതിയുടെ വലിയൊരു പിൻബലമുണ്ട്. കേരളത്തെ മാത്രം എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യ മാത്രം എടുത്താൽ തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെ വളരെ ശക്തരായ സാമൂഹിക നവോത്ഥാന നായകന്മാർ ഈ യുക്തിവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന് ഒട്ടേറെ ചില മഹാരഥന്മാരുടെ പേരുകൾ സ്മരിക്കുന്നത് വളരെ നന്നായിരിക്കും. അതിലൊരാൾ ശ്രീ ഈവിയോർ പെരിയവറാണ്, പെരിയോർ രാമസ്വാമി നായ്ക്കര. നമ്മുടെ നാട്ടിലേക്ക് വന്നാലും ഇത്തരത്തിൽ ഭൗതികമായ കാഴ്ചപ്പാടിലൂന്നിക്കൊണ്ട് മാനവികതയെ ആധാരമാക്കിക്കൊണ്ട് നടത്തിയ ഒട്ടേറെ ദർശനങ്ങൾ, കാഴ്ചപ്പാടുകൾ, വിചിന്തനങ്ങൾ ഇത്തരത്തിലെ ഭൗതികവാദികളിൽ നിന്ന് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. എന്നാൽ ഈ പാരമ്പര്യങ്ങളുടെ എല്ലാവരും പ്രശ്നം അത് കുറേയൊക്കെ ഒരു ഇടതുപക്ഷ ലൈൻ സ്വീകരിക്കുകയായിരുന്നു. ആ ഇടതുപക്ഷ ലൈൻ സ്വീകരിച്ചു വന്ന അത്തരം പ്രസ്ഥാനങ്ങൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലെ ചില അപചയങ്ങൾ അവരെ അതിലൂടെ തുടരാൻ അനുവദിക്കാത്ത ഒരു പരിസ്ഥിതി സംജാതമാക്കി. മാർക്സിസ്റ്റ് ഏരിയയിൽ നിന്നുകൊണ്ട് കൃത്യമായി ഇത്തരം പ്രസ്ഥാനങ്ങൾ നടത്തിപ്പോന്നിരുന്ന അവരുടെ വ്യവഹാരങ്ങൾക്ക് പ്രസക്തിയില്ല എന്നവർ തിരിച്ചറിയുകയും കുറേയൊക്കെ അവർ മാർക്സിസ്റ്റ് വിരുദ്ധരായി മാറുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട കാരണം ഇത്തരം കക്ഷികൾ ഈ മതത്തോട് അല്ലെങ്കിൽ മതവിശ്വാസികളോട് പുലർത്തിപ്പോകുന്ന ഒരു ഉദാരതയാണ് അതിൻ്റെ കാരണം. വിശേഷിച്ച് മതന്യൂനപക്ഷങ്ങളുമായി മാർക്സിസ്റ്റ് പാർട്ടി ഒരു വലിയ തന്ത്രപരമായ സഖ്യത്തിലേർപ്പെടുകയും അത് ഈ നിരീശ്വര പ്രസ്ഥാനങ്ങളെ വല്ലാതെ ദുഃഖിപ്പിക്കുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ശ്രീ പി എം ആന്റണിയുടെ ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന വിവാദ നാടകം അങ്ങനെ വേദികളിൽ അവതരിപ്പിക്കാൻ കഴിയാതെ ക്രൈസ്തവ യഥാസ്ഥിതിക പക്ഷത്തു നിന്ന് എതിർപ്പുണ്ടാകുന്ന വേളയിൽ അന്നത്തെ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ ഒരു വാഗ്ദാനമായിരുന്നു ഈ 6-ാം തിരുമുറിവ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ വേദികളിൽ അവതരിപ്പിക്കാൻ സഹായിക്കുമെന്നൊക്കെയാണ്. അത് 87-ലെ തിരഞ്ഞെടുപ്പിലൊക്കെ കൃത്യം അവർ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് അത്രയും തീവ്രമായ ഒരു മതവിമർശന സമീപനം അവർ ചെയ്യാൻ തുനിയില്ല എന്നുള്ളതാണ്. പിന്നീട് പതുക്കെ മതാധിഷ്ഠിതങ്ങളായ രാഷ്ട്രീയ കക്ഷികളായ മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമൊക്കെയായി ഇത്തരം പാർട്ടികൾ മുന്നണിയോ സഖ്യമോ ധാരണയോ ഒക്കെ ഉണ്ടാക്കിയ ഘട്ടത്തിൽ ഈ എത്തിസ്റ്റുകൾ പൊതുവെ നിരാശരായി മാറുകയും ക്രമേണ ആ പ്രസ്ഥാനങ്ങൾ പിളർപ്പിലിൻ്റെ വഴികളിലൂടെയൊക്കെ കടന്നുപോയി. കേരളം കേന്ദ്രീകരിച്ച്
ശ്രീ പവനനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കേരള യുക്തിവാദി സംഘം, അതിൻ്റെ ഇന്നത്തെ ഒരു അവശിഷ്ടം എന്ന് പറയാവുന്ന സംഘടനയെ കൊണ്ടു നടക്കുന്ന ഒരാളാണ് ശ്രീ രാജഗോപാൽ വാകത്താൻ. ആ കേരള യുക്തിവാദി സംഘം ഈ നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ ലൈനിലൂടെയുള്ള അത്തരം കാഴ്ചപ്പാടുകൾ പുലർത്തിപ്പോരുന്ന നാസ്തികർ നിലനിൽക്കുന്നത് ഈ കേരള യുക്തിവാദി സംഘത്തിലൂടെയാണ്. അതിൻ്റെ വലിയ നേതാവ് തന്നെയാണ് അഡ്വക്കേറ്റ് രാജഗോപാൽ വാകത്താൻ. ഞാൻ പറഞ്ഞത്, മറുവശത്ത് ശ്രീ ഇടമറുകിൻ്റെ നേതൃത്വത്തിൽ, സനലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇന്ത്യൻ എത്തിസ്റ്റ് അസോസിയേഷൻ, ഇന്ത്യൻ റാഷണലിസ്റ്റിക് അസോസിയേഷൻ, ഇന്ത്യൻ എത്തിസ്റ്റ് പബ്ലിക്കേഷൻസ് എന്നൊക്കെയുള്ള ചില മൂവ്മെൻറ്റുകളോടെ ഡൽഹി കേന്ദ്രീകരിച്ച് ഇടമറുകൾ നയിച്ചു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രസ്ഥാനമാണ്. ഒരു ഘട്ടത്തിൽ അവർ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു, ചക്രം അവരെ ചിഹ്നമായി സ്വീകരിക്കുന്നു എന്നൊക്കെ നിലയിൽ വാർത്തകളുള്ള തേരാളി മാസിക ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഈ സനലിടമറുക എന്തെങ്കിലും നിഷേധിച്ചാൽ പറയാൻ വേണ്ടി അത് എൻ്റെ കയ്യിലുണ്ടോ എന്ന് അടുത്ത കാലത്തൊന്ന് പരതിയപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ രൂപത്തിലൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും അതൊക്കെ ഒരു സാഹിത്യ പ്രചരണത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരളവരെ ഒരു ശരിയായ നിരീശ്വര ലൈൻ വ്യത്യസ്തം തന്നെയല്ല ആ സ്വീകരിച്ചു പോയത്. വിയോജിപ്പുകളുണ്ടെങ്കിലും ഈ ഇടമറുകിൻ്റെ പ്രസ്ഥാനം അല്ലെങ്കിൽ സനൽ ഇടമറുമൊക്കെ നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനമായിരുന്നു. പക്ഷെ ജനകീയമായൊരു അടിത്തറയൊന്നും അതിന് കാര്യമായിട്ടില്ലാതെ പോയി. അവർ ഇടതുപക്ഷ വിരുദ്ധ ലൈൻ സ്വീകരിച്ചുകൊണ്ട് ആണ് പോയത്. കേരള യുക്തിവാദി സംഘത്തിന് പക്ഷേ അംഗബലം കൂടുതലായിരുന്നു. അവർ കേരളത്തിൽ ഇടത് സഹയാത്രികരായി മുമ്പോട്ട് പോയി. ഇപ്പോഴും അവരങ്ങനെയൊക്കെ തന്നെ ഏകദേശം പോകും. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം പ്രസ്ഥാനങ്ങൾ കാര്യമായിട്ടൊരു എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തുകയോ അല്ലെങ്കിൽ ജനകീയമായിരുന്നില്ല. ആ പരിസ്ഥിതിക്ക് മാറ്റം വരുത്തിയത് ഈ ഗ്ലോബൽ എസൻസിലൂടെ പ്രൊഫസർ രവിചന്ദ്രൻ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഈ രവിചന്ദ്രൻ്റെ പ്രവർത്തനങ്ങളുടെ ശരിതെറ്റുകൾ പറയാൻ ഞാൻ ഒരു നിഷ്പക്ഷമായ മനസ്സ് സ്വീകരിക്കുന്നുണ്ട്. പലപ്പോഴും അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട് എന്നൊരു സത്യമാണ്. വിമർശിക്കുകയും അല്പം പരിഹാസത്തിലേക്കും പോയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആഖ്യാന ശൈലിയിലും ഈ പരിഹാസം വല്ലാതെ കൂടിയൊരു ഘട്ടത്തിലാണ്. ഇപ്പോൾ അദ്ദേഹം വളരെ ശാന്തഗംഭീരമായി കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതോടെ ഞങ്ങൾ ഏതാണ്ട് ആ ശൈലി വിട്ടു. ഡിബേറ്റുകളിലൊക്കെ അദ്ദേഹം പുലർത്തി വന്ന പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയും ഒക്കെ കൊണ്ട് ഞങ്ങൾ അതേ രൂപത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ രീതിയിലേക്ക് ചിന്തകളും ആവിഷ്കാരങ്ങളും ഒക്കെ ഒത്തിരി മാറ്റി കുറെ കൂടി രീതി മാറ്റിയതുകൊണ്ട് ഞങ്ങളും മാന്യമായ ശൈലി അദ്ദേഹത്തോട് സ്വീകരിക്കുക എന്ന ഒരു സമീപനമാണ്. അത് സർക്കാസം അല്ലെങ്കിൽ സറ്റേറിക്കലായിട്ടൊരു കാര്യം പറയുന്നതിലുള്ള വെറുപ്പൊന്നുമല്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ ചില ഡിബേറ്റുകളൊക്കെ എടുത്താൽ ഈ പ്രതിപക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ആളിനെ വല്ലാതെ അപകസിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അത് തിരിച്ചു ചെല്ലുമ്പോൾ ഇവർക്ക് സങ്കടമാണ്. ഇവരെ പൊതുവിലൊരു പ്രശ്നം അതാണ്. അവരെ ആരെങ്കിലും വിമർശിച്ചു പോയാൽ കിടന്ന് കരയുന്നൊരു മാനസികാവസ്ഥയാണ്. അങ്ങനെയുള്ള ആളുകൾ മറ്റുള്ള സമൂഹത്തോട് ഇടപെടുമ്പോൾ ബൗദ്ധികമായൊരു ആക്രമണത്തിനല്ല മുതിരുന്നത്. പകരം അവർ വളരെ തരംതാമര ശൈലിയിലേക്ക് മറ്റുള്ളവരെ വിമർശിക്കാൻ പോകും. അത് പാമ്പ്ലാനി അച്ഛനുമായിട്ടുള്ള ഡിബേറ്റാണ് ഞാൻ വിമർശാത്മകമായി അദ്ദേഹത്തിൽ കണ്ടത്. അത് എതിരാളി എന്ത് പറയുന്നു, അദ്ദേഹത്തിൻ്റെ വാദങ്ങളെയാണ് കണ്ണിക്കേണ്ടത്. അത് ഉണ്ടാകാതെ പോയ ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ചില തെറ്റുകൾ എടുത്ത് കാട്ടി കൃത്യമായി ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിൽ വേരോട്ടമുണ്ടാക്കി കൊടുത്തതിൽ, ജനങ്ങളിലേക്ക് അത് എത്തിച്ചിരിക്കുന്നതിൽ ഗണ്യമായി പങ്കുവഹിച്ചത് രവീസിയുടെ മൂവ്മെൻറ്റ് തന്നെയാണ്. പക്ഷെ ആ മൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന് കുറേ ആളുകളിലേക്ക് ഒരു സ്വാധീനം ചെലുത്തി. അങ്ങനെ സംശയാലുക്കളായ അനവധി മതവിശ്വാസികളും ഒക്കെ അതിൻ്റെ കൂടെ കൂടി. എന്നാൽ പിന്നെ അതിനകത്തും ചില ആഭ്യന്തര കലഹങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അതൊരു പരിധിവരെ രവീസിയും കൂട്ടരും പുലർത്തിപ്പോരുന്ന ഒരു സംഘപരിവാർ മൃദുവിധേയത്വമാണ് അതിൻ്റെ കാരണം. അതിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ നിരവധി അടയാളങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി പേരിന് അദ്ദേഹം ഈ സംഘപരിവാരങ്ങളെ വിമർശിച്ചാൽ പോലും അതൊരു മയിൽപ്പീലിത്തല്ലായിരിക്കും. അങ്ങനെ ഒരു സംഘപരിവാർ പോഷക സംഘടന പോലെ ഗ്ലോബൽ എസൻസ് നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിച്ചു. അത് മനസ്സിലായ ആളുകളൊക്കെ ക്രമേണ അത് വിട്ടുമാറുന്ന ഒരു പരിസ്ഥിതി സംജാതമായി. ഇത്രയൊക്കെ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രസ്ഥാനം ധാരാളം ചെറുപ്പക്കാരെ സ്വതന്ത്ര ചിന്തകരെന്ന രൂപത്തിൽ സമൂഹത്തിൽ അവതരിപ്പിക്കുകയും വലിയ കഴമ്പൊന്നുമില്ലെങ്കിലും അവർക്ക് പെട്ടെന്ന് ഒരു സ്വീകാര്യത ലഭ്യമാക്കുകയും ചെയ്യും. ഒരളവരെ ഇതിൻ്റെ ഒരു കാരണം, ഇതിൽ ഒരേ ഒരു റിസോഴ്സ് പേഴ്സണായിട്ട് ഈ രവീസി നിൽക്കുന്ന വർഷം അദ്ദേഹത്തിന് അത് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. സമയക്കുറവാണ് എൻ്റെ കാരണം, അല്ലാതെ ഇതിന് കാലിബറില്ലാത്ത ആളൊന്നുമല്ല. മറുവശത്ത് കുറേ ആളുകൾ ഇദ്ദേഹത്തിൻ്റെ
ഈ ശൈലി ഒന്ന് കോപ്പി അടിക്കാൻ ശ്രമിച്ചിട്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ അദ്ദേഹത്തെ അനുകരിക്കുന്ന ആളുകളാണ് പിന്നെ കണ്ടത്. അതിൽ ഗ്ലോബൽ എസൻസ് മുമ്പോട്ട് വെക്കുന്ന മുഴുവൻ ഈ എവിഡൻസ് നയിക്കട്ടെ എന്നൊക്കെയാണ്. ഇനി പിന്നെ അടുത്തൊന്ന് ഈ ശാസ്ത്ര പ്രചാരവും ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ വരികയും ഈ ബൈബിളും മറ്റ് അധ്യാത്മ കൃതികളൊക്കെ ഹാരി പോട്ടർ കഥകൾ പോലെ ഒരു കഥ മാത്രമാണ് എന്ന നിലയിലേക്ക് നിസാരവൽക്കരിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതിലേക്ക് ധാരാളം ആളുകൾ വന്നുകൂടി അവർ അതിൻ്റെ പ്രചാര വിലയെക്കാട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ ശാസ്ത്രാവബോധം ജനങ്ങളിൽ വളർത്താൻ വേണ്ടിയിട്ട് ചില ആളുകൾ രംഗത്ത് വന്നത്. അതിലൊരു യുവാവിൻ്റെ വിവാദം സൃഷ്ടിച്ച കല്യാണം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാത്തതിൻ്റെ കാരണം ഈ വിവാഹം ഒരുവൻ്റെ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. അദ്ദേഹവും ഭാര്യയൊക്കെ ആയിട്ട് സന്തോഷചിത്തരായി കഴിയുന്ന ഇതിനിടയ്ക്ക് നമുക്കതിൽ വലിയ റോളൊന്നുമില്ല. അവരവരുടെ സ്വന്തം ജീവിതം നയിച്ചു പോട്ടെ. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കാനും സമയമെടുക്കുന്നില്ല. കാരണം അദ്ദേഹം ഒരു യുവാവാണ്. അദ്ദേഹത്തിന് നല്ല ആയുരാരോഗ്യ സൗഭാഗ്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്നൊരു പദം ഞാൻ ഉദ്ദേശിച്ചത് സ്വാഭാവികമായി നമ്മുടെ സമൂഹത്തിൽ ഇതിന് പറഞ്ഞു കേൾക്കുന്ന ഒരു ആശംസാവചനം എന്ന അർത്ഥത്തിൽ ഉൾക്കൊണ്ടാൽ മതി. ഇനി അത് ഒരു വാക്കായി കണ്ടുപിടിച്ച്, കാരണം ഈ എസൻസിലെ ആളുകൾ ഇത്ര മൃദുചിത്തരാണ്. കാരണം നിസ്സാരമായ ഒരു വാക്ക് മതി ഇവർക്ക് വലിയ ആനന്ദമാണ്, അതിലിങ്ങനെ പിടിച്ചു തൂങ്ങി ഒക്കെ പോകും. അപ്പോൾ ഞാൻ പറയാനുള്ളതൊരു ന്യൂ ജനറേഷൻ മൂവ്മെൻറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഈ തങ്കു ബ്രദറിൻ്റെ സ്വർഗീയ വിരുദ്ധ പോലെയൊക്കെ ഞാൻ ഇവർ രണ്ടുപേരെയും വളരെ കമ്പയർ ചെയ്തിട്ടുണ്ട്. ഈ ക്രൈസ്തവർക്കിടയിൽ വലിയ സ്വാധീനമുള്ളൊരു നേതാവ് തന്നെയാണ് ഈ തങ്കു ബ്രദർ. ഞങ്ങളൊക്കെ 5-8 വർഷം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിച്ച് ബൈബിൾ സംബന്ധമായ ഗവേഷണ പഠനമൊക്കെ നടത്തി രംഗത്ത് വരുന്ന ഞങ്ങളും ഇതിൻ്റെ ഒരു അക്ഷരം കാര്യമായി പഠിക്കാതെ രംഗത്ത് വരുന്ന തങ്കുവും തമ്മിൽ പ്രായോഗികതയിൽ നോക്കിയാൽ തങ്കു വളരെ മുമ്പിലാണ്. വലിയൊരു ജനാവലിയെ അദ്ദേഹത്തിന് ആകർഷിക്കാൻ കഴിയുന്നു. ഞങ്ങളൊക്കെ ഒരു യോഗത്തിൽ പോയാൽ 10,000 പേരൊക്കെയാണ് മാക്സിമം വരുന്നത്. ഒരു 200 പേര് മുതൽ 1000 ചില യോഗങ്ങളിൽ വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്താൽ ഒരു 5000 പേര് വന്ന യോഗമാണ് എൻ്റെ ഏറ്റവും വലിയ യോഗം. അതിൽ കൊള്ളുന്ന ആളുകൾ വരാറുണ്ട്. അത് സംഘാടകരുടെ മികവുകൊണ്ടാണ്, അല്ലാതെ എന്നെപ്പോലെ ഒരാൾ ചെന്നാൽ പ്രത്യേകിച്ച് ആൾ കൂടത്തക്ക ഒരു സെലിബ്രിറ്റി ഒന്നുമല്ല, അങ്ങനെ ഒരു കാലിബറുള്ള പ്രസംഗനുമല്ല. പക്ഷെ ഇവിടെയാണ് ഒരു കാര്യം, ഞങ്ങൾ ഇതിനു വേണ്ടി എടുത്ത ദീർഘവർഷങ്ങളിലെ പഠനമുണ്ട്, ഗവേഷണാത്മകമായ അധ്വാനമുണ്ട്. പക്ഷെ അവിടെയാണ് ഈ നാസ്തികവാദമൊക്കെ ഗവേഷണാത്മകമായി പഠിച്ച് അല്ലെങ്കിൽ അതിനെ താത്വികടിത്തറം തെളിയിക്കുന്ന പരമ്പരാഗത യുക്തിവാദികളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു ചെറിയ പോയിന്റിൽ നിന്നുകൊണ്ട് ജനങ്ങളെ കൂടുതൽ ആവേശഭരിതരാക്കാൻ ഗ്ലോബൽ എസൻസിൻ്റെ ആൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളടക്കമില്ലെങ്കിലും ആളുകൾ അതിൻ്റെ പിന്നിൽ അണിയറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല കോൺട്രിബ്യൂഷൻ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്തിൻ്റെ കല്യാണമാണ് നടന്നത്. ഈ കല്യാണത്തിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത ശൈലി, കാര്യങ്ങളൊക്കെ 2 രൂപത്തിലാണ് രവിചന്ദ്രൻ മാഷ് വിശകലനം ചെയ്യുന്നത്. ഒന്ന്, ഒരു നാസ്തികന് ഒരു വിശ്വാസിയെ പ്രണയിക്കാം, അതിലെന്താണ് കുറ്റം എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഒരു കുറ്റവും ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം, ഈ ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, അത് നമുക്ക് മരണം വരെ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ളതാണ്. ഇനി അല്ലെങ്കിൽ അവർ തമ്മിൽ വേർപിരിയുന്നതിൽ ഏതെങ്കിലും ഒരു ഘട്ടമുണ്ടെങ്കിൽ അതുവരെ വിജയിപ്പിച്ച് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അല്ലെ മൈത്രേയം ചെയ്തല്ല കുടുംബം പിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞോളെ, നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടി പിരിച്ചു വിട്ടു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അയ്യോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കുടുംബം പിരിച്ചു വിട്ടു എന്ന് പറഞ്ഞ് സമ്മേളനം നടത്തി കണ്ട ആൾ, അല്ലെങ്കിൽ ആ രീതി പ്രസ്താവന നടത്തി കണ്ട ആൾ ഈ മൈത്രേയനാണ്. അപ്പം ഇത് പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു കുടുംബം പിരിച്ചു വിടുവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വരുന്നത് വരെയൊക്കെ ജീവിക്കേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് ഈ ആശയങ്ങൾ തമ്മിലുള്ളൊരു പൊരുത്തം കൂടെ വലുതല്ലേ. അപ്പം നിരീശ്വരൻ വിശ്വാസം ആയ ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ സാമൂഹികപരമായി തെറ്റൊന്നുമില്ല. അവർ രണ്ടുപേരുടെ ഹൃദയത്തിൻ്റെ അടുപ്പമാണ് ഒരു വിവാഹത്തിൻ്റെ മാനദണ്ഡം. അതിൽ ഞങ്ങൾ തെറ്റൊന്നും കാണുന്നില്ല. എന്ത് തെറ്റ്? അതിൻ്റെ മറുവശം എന്ന് പറയുന്നത്, ഞങ്ങൾ കഴിവതും ഞങ്ങളുടെ ഒരു സമൂഹത്തിൽ തന്നെ നിന്ന് ഒരാൾ വിവാഹം കഴിക്കണമെന്ന ഒരു നിർബന്ധം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ കാരണം പലവിധമായ മറ്റ് പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ നിയമത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് കൂട്ടിയത്. അപ്പോൾ അങ്ങനെ ആ സമൂഹത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഇടപെടുന്ന വിവാഹം നടക്കുന്നത്. അത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സ്വതന്ത്ര ചിന്തകനായ ഒരാളിനെ ഇപ്പോൾ എൻ്റെ മകളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ചില അടിസ്ഥാന നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. ആശയപരമായ പൊരുത്തം വലിയൊരു വിഷയം തന്നെയാണ്. അത് കേവലമായ ഒരു ഭൗതിക താല്പര്യം അല്ലെങ്കിൽ ഒരാളുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളോ ഇവ മാത്രമല്ല യോജിപ്പിൻ്റെ ആധാരം. നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരുമിച്ച് പോകണം, അതാണ് കാര്യം.
അല്ലെങ്കിൽ ഒരാൾ കൂടുതൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇത്തരം വിമർശനങ്ങളുണ്ടാകും. അതാണ് വലിയ കാര്യം. അപ്പോൾ ഈ വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളൊരു വലിയ വിഷയമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഇതിലൊരു പാർട്ണർ മതവിശ്വാസിയാണ്. അപ്പോൾ ഈ മതവിശ്വാസിക്ക് സ്വാഭാവികമായിട്ട് അവരുടെ കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടി വരും, അതിലേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വരും. അത് കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് ഇതൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ തത്വത്തിൽ നിരീശ്വരം തന്നെ ആവുകയാണ്, നിരീശ്വരപരമായ ചിന്തയിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. 28 കെട്ടണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊരു വാദം ഒരാൾ മുമ്പോട്ട് വെച്ചാൽ അത് കെട്ടണം എന്നൊരു വാദം അപ്പുറത്തും വരികയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരാൾ മതപരമായും ഒരാൾ നിരീശ്വരപരമായും കുഞ്ഞിനെ വളർത്താൻ പോകുന്നു എന്നൊക്കെ അതിൻ്റെ അർത്ഥം. ഇവിടിപ്പോൾ അങ്ങനെ വരാൻ പോകുന്നില്ല. കാരണം രണ്ടുപേർക്കും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അവർ യോജിച്ചാണ് ഇവിടെ കല്യാണം നടക്കുന്നത്, അല്ലാതെ മറ്റു രൂപത്തിലല്ലല്ലോ. അപ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ഈ ശാസ്ത്ര നിരീക്ഷകൻ അദ്ദേഹം ചെയ്തേക്കുന്നത് ഈ മതവിശ്വാസത്തോട്, അതിൻ്റെ ചിഹ്നങ്ങളോട്, അതിൻ്റെ ആശയങ്ങളോട് തത്വത്തിൽ കടപ്പെട്ടിട്ടുണ്ട്, പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തെറ്റാണോ എന്ന് രവിചന്ദ്രൻ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. എങ്ങനെ തെറ്റാണെന്ന് പറയാൻ കാരണം, അത് രണ്ടുപേർ പ്രണയിച്ചതിലെ തെറ്റോ അല്ലെങ്കിൽ അവരെ കുടുംബാംഗങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചതിലെ തെറ്റോ ഒന്നുമല്ല ഞാൻ തെറ്റായിട്ട് കാണുന്നത്. മറിച്ചെന്താണ്, ഒരാൾക്കൊരാളെ ആശയപരമായി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതൊരു വലിയൊരു വ്യായാമം വേണം, അതൊരു വലിയ സ്ട്രഗിളാണ്. എളുപ്പം നടക്കുന്ന കാര്യമൊന്നുമല്ല, അതൊരു സ്ട്രഗിളാണ്. ഒരാൾക്ക് വേണ്ടി വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യണം. അതൊക്കെ ഒത്തിരി സ്ട്രഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ കാലക്രമേണ ഒരാൾ വീണ്ടും പഴയ വിശ്വാസിയാവുകയോ അല്ലെങ്കിൽ രണ്ടുപേരും നിരീശ്വരന്മാരായി മാറുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ലൗകിക തീർക്കപ്പെടുന്ന അവിടെയല്ലേ. എല്ലാവരും മുസ്ലിം പോയിട്ട് ഒരു ഹിന്ദുവിനെ പ്രണയിച്ചു അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ പ്രണയിച്ചു എന്നല്ല, പിന്നെ കാലക്രമേണ ഇവർ മുസ്ലിം ആകുന്നതാണ് കാണുന്നത്. ആ ഒരു പ്രശ്നമാണ്. അല്ലെങ്കിൽ ഈ മുസ്ലിം പ്രണയിച്ച ആൾ ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യാനിയായിട്ട് തുടരുകയോ അല്ലെങ്കിൽ അവരവരുടെ മതവിശ്വാസമായിട്ട് മുമ്പോട്ട് പോകട്ടെ എന്നൊരു വാദമല്ല വരുന്നത്. ഇതിനെയാണ് അപകടകരമായി കാണുന്നത്. അപ്പോൾ നിർബന്ധിച്ച് തൻ്റെ മതവിശ്വാസം, അത് ക്രിസ്ത്യാനിയായാലും അങ്ങനെ തന്നെ, അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. ഇനി അടുത്തത് രവീന്ദ്രനോട് ഉള്ള യോജിപ്പ് എന്താണെന്ന് പറയാം. വിയോജിപ്പ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ യോജിക്കുന്നതിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാകും. എന്ത് തടസ്സമൊന്നും ഇല്ലെങ്കിലും അതിലൊരു ആകാഴികയുണ്ട്, അതിലൊരു അപര്യാപ്തതയുണ്ട്. ഇതേ ആളടുത്തുനിന്നാകൊണ്ട് പറയാം. പക്ഷേ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അതല്ല, അത് പാടില്ല എന്ന് തന്നെയാണ്. ഏത് പാടില്ലെന്നാണ്, ഈ മതപരമായ ചടങ്ങുകൾ പാടില്ല, അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു കാര്യം പറയും, ഈ ഗ്ലോബൽ എസൻസ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമോ അങ്ങനെ ഇവരുടെ വീട്ടിലെ നിയന്ത്രണമുള്ളൊരു സംവിധാനമൊന്നുമല്ല. അതൊരു യുക്തിവാദ പ്രസ്ഥാനം പോലുമല്ല, മറിച്ച് സ്വതന്ത്ര ചിന്തകരുടെ വേദിയാണ്. അത് വളരെ തെറ്റായ കാര്യമാണ്. ആ സ്വതന്ത്ര ചിന്തയ്ക്കുമുണ്ട് ഒരു അലിഖിത നിയമവും കാഴ്ചപ്പാടുമൊക്കെ ഉണ്ട്. അത് കേഡറായി തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ വലിയ ഫണ്ട് സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ഒക്കെ കളക്ട് ചെയ്യുന്നു, ഗംഭീരമായി പ്രോഗ്രാമുകൾ നടത്തുന്നു, ചിട്ടയായിട്ട് ആളുകളെ അതിൽ കൊണ്ടുവരുന്നു. ഈ സംഘാടക പാഠവത്വം അതൊക്കെ ഒരു കേഡർ സംഘടനയ്ക്കേ സാധിക്കത്തുള്ളൂ ഇപ്പോഴത്തെ കാലത്ത്. അത് നിങ്ങളുടെ സംഘടന തികച്ചും കേഡറാണ്. അതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെ ആയാലും അത് കേഡറാണ്. അപ്പോൾ സംഘടന കേഡർമാർ വളരെ ഹാർഡ് വർക്ക് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി ആളുകൾ തെരുവിലിറങ്ങുകയാണ്. ഞാൻ നിങ്ങളെ വിമർശിച്ച് കഴിഞ്ഞപ്പോഴേക്ക് എനിക്കിട്ടത് എന്നെ കൊല്ലുമെന്നൊക്കെ ഉള്ളതില്ല, താങ്കൾക്ക് വേണേൽ അയച്ചു തരാം. അങ്ങനെ താങ്കൾക്ക് അണികളുണ്ട്. അപ്പോൾ അത് കേഡറല്ലെന്നൊന്നും പറയരുത്, എന്നെ കൈകാര്യം ചെയ്ത് കളയുന്നൊക്കെയാണ് ഒരു സുഹൃത്ത് ഇട്ടത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇത്തരത്തിൽ ഒക്കെ ഉള്ള കാര്യങ്ങൾ പൊതുവിലെടുത്ത് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന കാര്യം, ഈ സംഘടന കേവലമായൊരു സ്വതന്ത്ര ബോധത്തോട് ഒത്തുചേരുന്നു എന്ന് കാണാൻ വയ്യ. അതിനൊരു വലിയ സംഘപരിവാർ ഘടന അജണ്ട തന്നെയുണ്ട്. സംഘപരിവാർ അതിനെ ചലിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു സംവാദവേദിയിൽ അതൊക്കെ ചർച്ച ചെയ്യാവുന്ന വിഷയങ്ങളാണ്. സംവാദവേദി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് അതിന് തക്ക ഒത്തിരി ലക്ഷണങ്ങൾ ഈ സംഘടന പ്രകടമാക്കുന്നുണ്ട്. ഒരു ബി ടീം പോലെ അത് പല രംഗങ്ങളിൽ പ്രവർത്തിച്ചതിൻ്റെ ആ സംഘപരിവാർ കൂറ് അത് വെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊന്ന് എന്ന് പറയുന്നത്, ഈ സ്വതന്ത്ര ചിന്തകന്മാരാണ് തങ്ങൾ എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. ഈ എന്തും ഒരു മനുഷ്യൻ്റെ യുക്തിക്കും കാഴ്ചപ്പാടിനും വീക്ഷണത്തിനും അനുസരിച്ചുള്ള ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണത് എന്ന് നിങ്ങൾക്ക് ഒരു കാഴ്ചപ്പാടുമില്ല. അങ്ങനെയെങ്കിൽ അതിനകത്ത് മതവിശ്വാസിയെ തൻ്റെ മതവിശ്വാസം തുടരാൻ അനുവദിക്കണം. അങ്ങനെയുള്ളവർക്കൂടെ നിൽക്കാൻ പറ്റണം. അങ്ങനെയാണത് ഓക്കെ, മതവിശ്വാസി അതിനകത്ത് തുടരട്ടെ, അതിന് സ്വതന്ത്ര വീക്ഷണമുണ്ടോ, അത് തുടരട്ടെ എന്ന് പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളുടെ വീക്ഷണങ്ങളിലെ പ്രധാന കാര്യം ദൈവനിഷേധമാണ്. അപ്പോൾ ദൈവനിഷേധം ഉൾക്കൊണ്ടുകൊണ്ട് വരുമ്പോൾ അതിനകത്ത് എങ്ങനെ സ്വതന്ത്രവാദം വന്നു? ഇപ്പം ഞാൻ പറയാം, ഞാനൊരു സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ എനിക്ക് തീർച്ചയായിട്ടും ഒരു പക്ഷമുണ്ട്. ചില കാര്യങ്ങളിൽ അഭിപ്രായം സ്വതന്ത്രമായി പറഞ്ഞൊന്നു വരാം. പക്ഷെ അപ്പോഴും ഞാൻ പ്രതികരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റി ദൈവവിശ്വാസ അധിഷ്ഠിതമാണ്. ആ ദൈവവിശ്വാസ അധിഷ്ഠിതമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ തന്നെ അത് ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. ഏകദൈവ വിശ്വാസത്തിൽ തന്നെ സെമിറ്റിക് കാഴ്ചപ്പാടുകളിൽ മറ്റ് ഇതര സെമിറ്റിക് വിശ്വാസമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള കാഴ്ചപ്പാടാണ്. അപ്പോൾ എനിക്ക് പക്ഷമില്ല എന്ന് പറഞ്ഞാൽ അത് വലിയ അർത്ഥമില്ല, അത് മനുഷ്യനെ വഞ്ചിക്കാമെന്നുള്ളത്. ഇതേപോലെ
ഗ്ലോബൽ സെൻസ് ഒരു സ്വതന്ത്ര അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തകന്മാരുടെ പ്രസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത് അർത്ഥമില്ല. അതിൻ്റെ ചിന്തയുടെ മുഴുവൻ പ്രേരകമായിരിക്കുന്നൊരു വ്യക്തി ഈ രവി മാഷ് തന്നെയാണ്. അപ്പം മാഷ് പറയുന്നതിന് അപ്പുറത്തേക്കൊന്നും അതിന് കാര്യമൊന്നുമില്ല. മാഷ് പറയുന്നത് എന്തോ അതാണ് അവരുടെ വേദവാക്യം. അതുകൊണ്ടാണ് അങ്ങ് തെറ്റ് പറഞ്ഞാൽ പോലും എന്തൊരു ലൈക്കാണ് അതിന് കിട്ടുന്നത്. ഞാനത് അമ്പരന്ന് പോയിട്ടുണ്ട്. കാരണം വലിയ അബദ്ധങ്ങൾ രവി മാഷ് പറഞ്ഞാലും ലൈക്ക് അടിക്കുന്നവരുടെ എണ്ണമാണ് ആ സംഘടനയിൽ എത്രമാത്രം വിഡിത്തം വിശ്വസിക്കുന്ന മനുഷ്യരുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. അപ്പോൾ ആ ലൈക്ക് അടിക്കുന്നവരുടെ ഇതിൽ പോലും ഒരു ഫാക്ച്വൽ ഇററിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി, കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ശ്രമവും കാണുന്നില്ല. ഇത്രയും ചിന്തകന്മാർ റിസോഴ്സ് പേഴ്സൺസ് ആയിട്ടൊക്കെ ഉള്ളവരാണ്. ഇതേപോലെ സംഘടനാ കേഡർമാർക്ക് ഒരു പെരുമാറ്റച്ചട്ടം ഉണ്ടാകുന്നതാണ്. അവരെങ്ങനെ കല്യാണം കഴിക്കണം അതിലൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ലെന്നല്ല, അങ്ങനെ പറയരുത്. കാരണം അങ്ങനെ പറഞ്ഞെങ്കിൽ ഇങ്ങനെ വന്ന് വീണ്ടും ഇതിനെ ജസ്റ്റിഫൈ ചെയ്യേണ്ടി വരികയില്ല. ആത്യന്തികമായിട്ട് അദ്ദേഹം ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തൻ്റെ അഭിപ്രായം തുറന്നും പറയുന്നു. അഭിപ്രായം തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലിരിപ്പ് പ്രകടമാക്കിയതാണ് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അതിനെ അങ്ങനെ പറയുന്ന ഒരാൾ രണ്ടാം ഘട്ടമായി പോയി അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതി യോഗ്യമായി തീർന്നില്ല. ഏതായാലും ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ അവസരവാദപരമായ ഒരു നിലപാട് ഈ യുക്തിവാദിൽ നിന്ന് മുമ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് നിരീശ്വരന്മാർ. അതിൽ ഞാൻ ശ്രീ ഇടമറുകിനെ കുറിച്ച് കൂടി പറഞ്ഞ് നിർത്തിക്കൊള്ളാം. സാനിൽ ഇടമറുക് ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അദ്ദേഹം എൻ്റെ വീഡിയോ കാണുന്ന ആളാണ്, എനിക്ക് പേഴ്സണലി മെസ്സേജൊക്കെ അയക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഇദ്ദേഹം കോട്ടയത്ത് ഒരു ക്രിസ്തീയ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പത്രത്തിൻ്റെ ചുമതലക്കാരനായിട്ട് വർഷങ്ങൾക്കപ്പുറത്ത് പോകും. ഒരു ബ്രദറൻ പശ്ചാത്തലത്തിലുള്ള പത്രമാണ്, അതായത് ബ്രദറൻ വിശ്വാസി നടത്തുന്ന പത്രമാണ് അത്. ആ പത്ര ഓഫീസിൽ ജോലിക്കെത്തുമ്പോൾ അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞു, അദ്ദേഹം വന്നൊരു സീറ്റിൽ ഇരിക്കുകയാണ്. ഇരുതപ്പോഴേക്കും ഒരു സാറേ, ആ കസയിരുന്ന ആരും അവിടെ മുഴുവിപ്പിച്ചിട്ടില്ല. ചിലതങ്ങനെ പറയാറുണ്ട്. ചില ഐശ്വര്യക്കേട് അതിനകത്തുണ്ട്. അങ്ങനെ പറയുന്ന ഒത്തിരി മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഐശ്വര്യക്കേട് അതിനകത്തുണ്ട്. അത് ആ രൂപത്തിൽ സംസാരിച്ചു. ഇടമർ അന്നേരം മാറിയിട്ട് ഈ വളരെ തന്ത്രപരമായിട്ട് ഈ കസേര അവിടുന്ന് മാറ്റി വേറെ കസേര കൊണ്ടിട്ട് അതിലാണ് അത് ഇരുന്നത്. അപ്പോൾ ഇത് ആ ദിവസങ്ങളിൽ ഇറങ്ങുന്ന ഒരു സായാഹ്ന പത്രത്തിൽ വാർത്തയായി. നിരീശ്വരവാദി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു. അതിന്നും ഈ സനൽ ഒക്കെ ഉരുണ്ട് കളിച്ച് കിടന്നതിന് മറുപടി പറയാറുണ്ട് ഇത്തരം കാര്യങ്ങൾ. അക്കാലത്തിലെ ഇത് വലിയ വാർത്തയായ സംഭവമാണ്, ആളുകൾ ഒത്തിരി ആഘോഷിച്ച സംഭവമാണ്. അപ്പോൾ അതിൽ ഞാൻ രവിചന്ദ്രൻ ഒരു കാര്യത്തിലൂടെ അഭിനന്ദിക്കുന്നു. അദ്ദേഹം ഒരു പൊതുവേദിയിൽ ഈ പ്രാർത്ഥന നടക്കുന്ന ഘട്ടത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് എഴുന്നേൽക്കുന്നില്ല. അതാണ് വേണ്ടത്. അദ്ദേഹത്തെ അത് വിശ്വസിക്കുന്നതിന് പിന്നെ എഴുന്നേൽക്കുന്നതിനാണ് അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അദ്ദേഹം വിശ്വസിക്കുന്നത് ഇല്ലാത്തൊരു ദൈവം, ആ ദൈവത്തിൻ്റെ പേര് മനുഷ്യൻ നേരിട്ട് നിൽക്കുന്നു, അതെൻ്റെ വിഷയത്തിനെതിരാണ്, ഞാൻ നിൽക്കുന്നില്ല. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൽ ഞാനിതുപോലെ ചില എൻ്റെ കാഴ്ചപ്പാടിന് യോജിക്കാത്ത പരിപാടിയോട് ഞാനും മാറി നിന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം പറയണ്ടേ, അതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പാടില്ല. അതിൻ്റെ ആ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ്. ഇതായിരുന്നു ഈ ശാസ്ത്ര പ്രബോധകൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അദ്ദേഹം ഇതിന് മുമ്പോട്ട് എത്ര സ്പെഷ്യൽ മാരേജ് അനുസരിച്ച് പോകാൻ കഴിയത്തില്ലേ. അതാണ് സാധാരണഗതിയിൽ നിരീശ്വരന്മാർക്കൊക്കെ ചേർന്ന രീതി അതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് മുഹൂർത്തം ഇതിനൊക്കെ എതിരെ വാസ്തുവിനൊക്കെ ഇത്രയും കൊട്ടിഘോഷിച്ചിട്ട് മുഹൂർത്തം നോക്കി കല്യാണം നടത്തേണ്ടി വരുന്ന ഒരു സ്വതന്ത്ര ചിന്തകൻ്റെ അവസ്ഥ, അത് ഒരു പൊതുപ്രശ്നമാണ്. കാരണം ഇവരെ പൂർവികർ ആയിട്ടുള്ള ആളുകളും ഇത്തരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത കാലത്ത് അന്തരിച്ചു പോയ ഒരു യുക്തിവാദിയുണ്ട്, ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇത് കേരള യുക്തിവാദി സംഘത്തിൻ്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിട്ടിരുന്ന ആളാണ്. അത് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ പറയാം. അല്പം അടുപ്പം അല്ലാതെ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല. അദ്ദേഹം മരിച്ചിട്ട് ഒരാഴ്ച കഷ്ടിയായിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്ക് പറയണ്ടല്ലോ, പത്തനംതിട്ട ജില്ല പ്രസിഡൻ്റായിരുന്നു. കുറേ ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. കവിത പോലെ ചിലതൊക്കെ എഴുതിയിട്ടുണ്ട്. കവിത എന്ന് പറയാൻ പറ്റില്ല, കവിത പോലെ ഇരിക്കുന്ന ചില കാര്യമൊക്കെ എഴുതിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹം ഇതുപോലെ തന്നെ വല്ലാത്ത ടെൻഷനാവും ഈ ചില വിഷയങ്ങളിൽ മനുഷ്യന് വരുന്ന സമ്മർദ്ദം. അപ്പോഴേ ഈ പാസ്റ്റർമാരൊക്കെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കും, ആരും അറിയാതെ അദ്ദേഹം പ്രാർത്ഥിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട്. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ച പാർശ്വതയാണ് കേരള ഈ പ്രസംഗിക്കുമ്പോൾ അതിശക്തമായിട്ട് വിമർശനമൊക്കെ നടത്തും. ഇങ്ങനെ മാനസികമായിട്ട് ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നു. ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ സൂക്ഷിച്ചു വെച്ച ഇത്തരം ദൗർബല്യങ്ങൾ. ഇനിയും വേറെ ചില പരീക്ഷണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. അതിലൊന്ന് നിരീശ്വരന്മാരുടെ പിശാചുക്കളെക്കുറിച്ചുള്ള ഭയമാണ്, അതീന്ദ്രിയ ശക്തികളെക്കുറിച്ചുള്ള ഭയമാണ്. അപ്പോൾ ഇങ്ങനെ പേടിക്കുന്ന ആൾക്കാരുണ്ട്. പ്രേതങ്ങളെ, ഇരുട്ട്, രോഗത്തെയൊക്കെ പേടിക്കുന്ന പോട്ടെ, ഒരു റിയാലിറ്റിയാണ്. ഇപ്പം മറ്റ് ഈ പറയപ്പെടുന്ന അതീന്ദ്രിയ ശക്തികൾ അങ്ങനെ പ്രൂവണല്ല. അത് കുറേയൊക്കെ മനുഷ്യന് അനുഭവങ്ങളിൽ നിന്നൊക്കെ പറയുന്ന കഥകളും സംഭവങ്ങളൊക്കെയാണ്. അത് കുറേ കഥകളുണ്ട്,
യാഥാർത്ഥ്യവുമായി ഓടിക്കൊടിഞ്ഞു കിടക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ഭയപ്പെടുന്ന നിരീശ്വരന്മാരെ എനിക്കറിയാം. ഇവരെയൊക്കെ എൻ്റെ കൈ കിട്ടിയാൽ ഞാനിത് അവരിലൂടെ തന്നെ തള്ളിയില്ല. ഒത്തിരി കാര്യങ്ങളുണ്ട്. പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം, ഈ ഞങ്ങളൊക്കെ പോലും ഈ മുഹൂർത്തങ്ങൾ, അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കിണർ കുഴിച്ചു, ഒരു ചെറിയ വീട് വെച്ചു. ഇത് രണ്ടിനും യാതൊരു ചടങ്ങുകളും പാടില്ല. പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് പ്രാർത്ഥനയോടെയാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുക. അതിനപ്പുറത്ത് ഈ മതചടങ്ങുകൾ, ഇതര മതചടങ്ങുകളുണ്ട്. സ്ഥാനം നോക്കുക, അതിൻ്റെ അടിത്തറ ഇടുമ്പോൾ അതിന് ചെയ്യേണ്ട വാസ്തു സംബന്ധിയായ കാര്യങ്ങൾ, അത് ക്രൈസ്തവർ പോലും ചെയ്യുന്ന ഏർപ്പാടാണ് പലയിടത്തും. മുഹൂർത്തം നോക്കി വീടിനുള്ളിൽ കയറിത്താമസം നടത്തുക, ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അതിനകത്തൊന്നും അത് പാടില്ല എന്ന് കൂടി നിഷ്കർഷിച്ചു. ഇപ്പോഴും ഞാൻ ഈ വീടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വിളിക്കും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉള്ള നമ്മുടെ വ്യവസ്ഥകളിലൊന്ന്, യാതൊരു ചടങ്ങും പാടില്ല. ഈ പാല് കാച്ചി അതിനുള്ളിൽ അങ്ങനെ കൊടുക്കുന്ന ഏർപ്പാടൊന്നും പാടില്ല. അതൊക്കെ നിർത്തിയിട്ട് നിഷ്പക്ഷമായിട്ട് ഇങ്ങനൊരു വീടും ജീവിക്കാനും സൗകര്യമൊക്കെ തന്ന ദൈവത്തിന് ഒരു നന്ദി കരയറ്റിയൊരു പ്രാർത്ഥന. പിന്നെ ഈ വീട്ടിൽ എളിമത്തത്തോടെ, നിഷ്കളങ്കതയോടെ, ഭക്തിയോടെ ജീവിക്കാൻ അനുവദിക്കേണ്ടതിന്, അങ്ങനെ പോകേണ്ടതിന് ഒക്കെ ഉള്ള സമർപ്പണ പ്രാർത്ഥന. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ലളിതമായ ചടങ്ങ് ഇതാണ് ചെയ്യുക. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു നിരീശ്വരൻ ഇതുപോലും ചെയ്യാൻ പാടില്ല. ഇതിൻ്റെ ഭാഗം പോലും ആകാൻ പാടില്ല. അനാദരിക്കേണ്ട കാര്യമില്ല ഇത്തരം ചടങ്ങുകൾ. ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തൊരു നിരീശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണം നടത്തിയത് ഈ രാജഗോപാൽ ഭാഗത്താനാണ്. പേര് അദ്ദേഹത്തിൻ്റെ ഒരു കനുലെന്ന്. ഇപ്പോൾ സംസാരിച്ചിട്ടിരിക്കുക, ക്ലാസ്മേറ്റ്സാണ്. അപ്പോൾ ഇവൻ ഞങ്ങളുടെ വീട്ടിൽ വരും പലപ്പോഴും. ഞാൻ അവൻ്റെ വീട്ടിലും ചെല്ലും. കുടുംബമായിട്ടാണ്. ഇത് ഒത്തിരിയേറെ സംസാരിച്ചിരിക്കുക. ആറ് കുറേ വായിക്കുന്ന ആളും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി സംസാരിക്കും. ഈ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ. അപ്പോൾ നല്ല സാഹോദര്യ ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ. ഈ മതവും ആധ്യാത്മികതയും നിരീശ്വരത്വവും ഒക്കെ ചർച്ചയാകാറുണ്ട്. പക്ഷേ അതൊരു പ്രശ്നമാകാറില്ല. നല്ല സൗഹൃദം. പക്ഷേ ഞങ്ങൾ പറയും, എടാ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകാം. അപ്പോൾ അതിനൊരു ടൈം. അപ്പോൾ അവരവിടെ സിറ്റ് ഔട്ട് ഇരുന്ന് വായിക്കുകയോ നിശബ്ദരായിട്ട് അവിടെ ഇരിക്കുകയോ ചെയ്യും. ഞങ്ങളുടെ ആ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ പിന്നെയും സംസാരിക്കും, ഭക്ഷണമൊക്കെ കഴിക്കും, അങ്ങനെ പിരിയും. അപ്പോൾ ഇത് ആ സമയത്ത് അവരെ അലോസരപ്പെടുത്തേണ്ട കാര്യമില്ല. അവരവരുടെ വഴിയിലൂടെ വായിക്കുകയോ അല്ലെങ്കിൽ ഒരു 10-25 മിനിറ്റ് നേരം ഞങ്ങൾക്ക് വേണ്ടി അവർ നിശബ്ദരാകുകയും ചെയ്യുന്നു. അതിന് പകരം ഇവിടെ വന്നിട്ട് അവർ ഇതിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാകാൻ ശ്രമിച്ചാൽ അത് തെറ്റായിരുന്ന നടപടിയാണ്. ഞാൻ തന്നെ വിമർശിക്കും. അങ്ങനെയാണ് ഇവിടെ പറ്റിപ്പോയൊരു കാര്യം. ഇത്രയും തീവ്രവാദപരമായി മതങ്ങളെ മുഴുവൻ വിമർശിച്ചു, അതിനെ മുഴുവൻ ഈ ഹാരി പോട്ടർ കഥകളോടും അന്ധവിശ്വാസത്തോടും ഒക്കെ ഭയങ്കരമായിട്ട് ഉപമിച്ച് സംസാരിച്ച ഇത്തരം ആളുകൾക്ക് സംഭവിച്ചു പോയ ഈ വല്ലാത്തൊരു ഗതികേട്, അതിനെ മറ്റുള്ളവർ ആഘോഷിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് അവസരവാദപരമായ ഇത്തരം നിലപാടുകൾ ഇത്തരം വലിയ ചിന്തകന്മാരുടെയൊക്കെ ഒരു വീക്ക്നെസ്സാണ്. അത് തന്നെയല്ല, ഇത്തരം സംഘടനകൾക്കൊരു സംഘപരിവാർ വിധേയത്വം ഉണ്ടായി. ഞാൻ പലപ്പോഴും പറഞ്ഞു, ആ ചടങ്ങുകളോടൊക്കെ ഒരു പരിധി വിട്ടുള്ള അകലമൊന്നും ഇവർ കാണിക്കാറില്ല. അത് പല തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്, പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതിലൊക്കെ പെട്ടുപോയിരിക്കുന്ന തീവ്രമായ ബോധമുള്ള സ്വതന്ത്ര ചിന്തകരുണ്ട്. ഇപ്പോൾ അനൂപ് ഐസക്കിനെ പോലുള്ള ആളുകളൊക്കെ ഇതിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അനൂപ് ഐസക്കിനെ കുറിച്ച് കൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. അനൂപ് ഐസക്ക് ക്രൈസ്തവ വിഷയങ്ങളെ വിമർശിക്കാൻ രവിചന്ദ്രൻ ഒരല്പം വീക്കായപ്പോൾ അദ്ദേഹത്തിൻ്റെ അപാകതകൾ ഞങ്ങൾ എടുത്തു കാണിച്ചപ്പോൾ കണ്ടെത്തിയൊരു റിസോഴ്സ് പേഴ്സണാണ്. അദ്ദേഹം പെട്ടെന്ന് കലഹിച്ചതുമായി ബന്ധപ്പെട്ട് മാറിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാരണം, ഈ ഫ്രാങ്കോയ്ക്കെതിരെ, മുളയ്ക്കലിനെതിരെ വിമർശനം ഉന്നയിച്ച ഒരു കന്യാസ്ത്രീ, അവരെ ഇവരുടെ വേദികളിൽ കൊണ്ടുവരിക. അപ്പോൾ ആ വേദികളിൽ ഇതിന് അവരെ കൊണ്ടുവരുന്നത് അതൊരു സാമൂഹിക പ്രശ്നമായിരിക്കുമ്പോൾ തന്നെ അവർ ഇതൊഴിച്ചാൽ ബാക്കി കാര്യങ്ങളിൽ മതവിശ്വാസമുള്ള ആളാണ്. അവർക്ക് ഈശോയോടും മറിയത്തോടും ഒന്നും യാതൊരു വിരോധമില്ല. മറിയം സ്വർഗാരോപിതയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. യേശുക്രിസ്തുവിൻ്റെ കന്യകാജന്യം വിശ്വസിക്കുന്ന ആളാണ്. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വേദിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇതിലാണ് അദ്ദേഹം പറഞ്ഞു കേട്ട, എന്നോട് പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. അപ്പോൾ ഞാനൊരിക്കൽ ചോദിച്ചത്, ഞാനൊരു പൊതുവിൽ പറയുന്നത് താങ്കൾക്ക് വിരോധമുണ്ടാണ്, ഈ ഫോൺ സംഭാഷണത്തെ നമുക്ക് പൊതുവിൽ പറയാൻ പാടില്ലാത്ത. അദ്ദേഹം പറഞ്ഞൊരു കുഴപ്പമില്ല, തീർച്ചയായിട്ടും അത് പറഞ്ഞൊരു കുഴപ്പമില്ല. ഇപ്പോൾ അനൂപ് ഇത് വീണ്ടും എടുത്തിട്ടുണ്ട്, ഈ ഒരു വിഷയം എടുത്തിട്ടുണ്ട്. ഈ കൂടെ അനൂപിനെ ഉള്ളടക്കമുള്ള ഒരു വിമർശകനായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷേ അനൂപ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനോട് വളരെ ആദർശം പുലർത്തുന്ന ആളാണ്. കാരണം പലപ്പോഴും അദ്ദേഹം ഇത്തരം സന്ദർഭങ്ങളെല്ലാം തികച്ചും മതവിരുദ്ധമായ ഒരു ശൈലിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കാറുണ്ട്. ഈ വെറുതെ ഒരു പരിഹാസത്തിനൊന്നുമല്ല അദ്ദേഹം തുനിയുന്നത്. അദ്ദേഹം പറയുന്നതിനകത്ത് ഉള്ളടക്കമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഹിറ്റായിട്ടുള്ള കേസാണ്, മാസ്റ്റർ പീസ് എന്ന് പറയുന്ന കാര്യമാണ് ഈ ക്രൈസ്തവർ മനുഷ്യമാംസം ഭക്ഷിക്കുന്നൊക്കെ ഉള്ളത്.
അതിനെ പ്രോത്സാഹിപ്പിച്ചെന്നൊക്കെ അത് തീർച്ചും വിഡിത്തമാണ്. അപ്പോൾ ഈ വിഡിത്തം തന്നെ കാണുന്നു. പക്ഷേ അദ്ദേഹം നടത്തുന്ന ഇതര വിമർശനങ്ങളോട് അദ്ദേഹം നീതി പുലർത്തുന്നു എന്നത് കാണാതിരുന്നില്ല. ഏതായാലും ഇത്തരം സംഘടനകളൊക്കെ ചെല്ലുന്ന ആളുകൾ വളരെ പതുക്കെയാണെങ്കിലും ഈ എസൻസ് പോലുള്ള സംഘടനകളുടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, അതൊരു സംഘപരിവാർ പോഷക സംഘടനയാണ്. രണ്ടാമത്തെ കാര്യം, ഈ വലിയ ആദർശം പുലമ്പുന്ന പലർക്കും കാര്യത്തോടെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ആദർശമൊന്നുമില്ല. അത് ഒരു തരം പ്രോപ്പഗാണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ന് ഈ പറയപ്പെട്ട കത്തോലിക്ക കന്യാസ്ത്രീയെ പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടിയാൽ, അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെ ഒരാളെ കിട്ടിയാൽ അത് പ്രൊജക്റ്റ് ചെയ്യുന്നു. ഉള്ളടക്കം ഉണ്ടോ എന്ന് പോലും പരാമർശിക്കാറില്ല. അത് മറ്റൊന്ന്, ഇത്തരത്തിലെ മതവിശ്വാസത്തോട് ഏതെങ്കിലും തരത്തിൽ സമരസപ്പെട്ടു പോകുന്ന, കൂട്ടുകൂടി പോകുന്ന ആരെങ്കിലും കിട്ടിയാൽ അവരെയും ഇതുപോലെ ഉപയോഗിക്കുന്നു. കാരണം ഈ മുഹൂർത്തവും ഈ സംവിധാനമൊക്കെ ഒരു ബ്രാഹ്മണിക്കലായ ചിന്താപദ്ധതിയുടെ ഭാഗമാണ്. കാരണം ബ്രാഹ്മണരുടെ ചില മറ്റൊരു സമൂഹത്തിനും വിട്ടുകൊടുക്കാത്ത തരത്തിൽ അവരുടെ പൗരോഹിത്യപരമായ അവകാശങ്ങളുടെ ഭാഗമാണ് ഈ സമൂഹത്ത് സമയം നോക്കിയൊക്കെ ഈ വിവാഹം കഴിപ്പിക്കാനും ഒക്കെയുള്ള കഴിവ് അവർക്ക് മാത്രം അധിഷ്ഠിതമാണെന്നവർ കരുതുന്നു. അപ്പോൾ അതിലെ ഏതെങ്കിലും തരത്തിൽ അതിനോട് വിമർശനമുള്ള ഒരാൾക്ക് അതിൻ്റെ ഭാഗമാകാൻ കഴിയില്ല. അപ്പം അങ്ങനെയൊക്കെ ഇപ്പോൾ കണ്ടുവരുന്ന ഈ പ്രവണത കൂടുതൽ ഇനി എക്സ്പോസ് ചെയ്യപ്പെടും. ആളുകൾക്ക് ഇത്തരം സംഘടനകളുടെ ഇരട്ടത്താക്കും അവരുടെ ഹിഡൻ അജണ്ടകൾ ബോധ്യം വരാൻ അത് കാരണമാകും. അതിന് നമുക്കിനിയും കാത്തിരിക്കാം. ഏതായാലും വിവാഹം കഴിഞ്ഞ നവദമ്പതികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.